ഹലോ, നിങ്ങൾക്കല്ലേ ഇത് എന്തു പറ്റി? ഇവിടെ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോ ചിരിയും കളിയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ഈ പഞ്ചോർക്ക് നാവില്ലേ? പുറത്തുപോയി വന്നതിന് ശേഷമാണല്ലോ നിങ്ങളെല്ലാരും മൂഡ് ഓഫ് ആയിരിക്കുന്നത്. അല്ല, പരസ്പരം മിണ്ടാതിരിക്കാനും മാത്രം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾക്കിടയിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് കരുതി ഞങ്ങൾ പരസ്പരം മിണ്ടാതൊന്നിരിക്കില്ല. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? ആർക്കും ഒരു മിണ്ടാട്ടുമില്ലല്ലോ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നോട് പറ, ഞാൻ പരിഹരിക്കാം. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പിന്നെന്തിനാ നിങ്ങൾ വഴക്കിട്ടത്? കയ്യാങ്കളിയുടെ വക്കിലെത്തിയില്ലേ? അതെന്തിനാ? ഞങ്ങൾ തമ്മിൽ വഴക്കോ? ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്ന നീ പ്രതീക്ഷിക്കേ വേണ്ട. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതിനെ പറ്റി അല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ നടക്കുമെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അത്രയ്ക്ക് ഊഷ്മളവും ദൃഢവും ആണല്ലോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഈ സൗഹൃദത്തിന്റെ ചങ്ങല പൊട്ടിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല എന്ന് എനിക്കറിയാം. നീ പിന്നെന്താ ഉദ്ദേശിച്ചത്? ഞങ്ങള് വഴക്കിട്ടതിനെ പറ്റി പറഞ്ഞാണോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, നിങ്ങളും ഡോക്ടർ എമിലിയും തമ്മിലുണ്ടായ വഴക്ക ഉദ്ദേശിച്ചത്. അല്ല, ഡോക്ടർ എമിലിയും ഞങ്ങളും തമ്മിൽ വഴക്കിട്ട കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ആ സമയത്ത് ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നീ എങ്ങനെ ആ ഭാഗത്തെത്തും? ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ. അത് ഡോക്ടർ എമിലിയുടെ മുമ്പിലേക്ക് വരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നെ ചൊല്ലിയായിരുന്നല്ലോ നിങ്ങളുടെ വഴക്ക്. ആ സ്ത്രീ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കണ്ടപ്പോഴേ അവിടെ വന്ന് അവരെ അടിച്ച് താഴെയിടാൻ എനിക്ക് തോന്നിയത്. ഞാൻ ഇനി ഒരു കുറ്റം ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ അവരെ വെറുതെ വിട്ട. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? കാറ്റാടി മലയിലെ മാർക്കോ സായിപ്പിന്റെ മരണവുമായി നമുക്കെന്തോ ബന്ധമുള്ളതുപോലെ അവര് സംസാരിച്ചു. അയാളുടെ മരണമായിട്ട് നമുക്ക് എന്താ ബന്ധം? അതൊരു ഫയർ ആക്സിഡന്റ് ആയിരുന്നില്ലേ? നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാ. എന്ന് കരുതി നമുക്കെങ്ങനെ അതുമായിട്ട് ബന്ധം ഉണ്ടാവും? ഡോക്ടർ എമിലി എന്തിനാ നമ്മളെ സംശയിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, അതാണ് ആ സ്ത്രീയുടെ സംശയത്തിന്റെ കാരണം. ശരിയല്ലേ? ഇവ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഡോക്ടർ എമിലി എങ്ങനെ അറിഞ്ഞു? അവരത് അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തിയതാ. അത് പരാജയപ്പെട്ടു. അത് നമ്മൾ കാര്യാക്കേണ്ടതില്ല. മാർക്കോ സാഹിബിന്റെ മരണവുമായിട്ട് അവര് നമ്മളെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ എനിക്കൊരു സംശയമുണ്ട്. നിനക്കെന്താ സംശയം? ആരവ നമ്മുടെ കൂടെ ഉണ്ടോന്നുള്ള കാര്യത്തില് ഡോക്ടർ എമിലിയും ഗബ്രിയേൽ സാറും നമ്മളെ സംശയിക്കുന്നുണ്ട്. കിരണിനോട് ഗബ്രിയേൽ സാറ് പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുമ്പോ അതൊരു ബലമായ സംശയം തന്നെയാ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവോ? അവര് മനസ്സിലാക്കിയാൽ എന്താ? പക്ഷെ നിന്നെ ആരും കണ്ടുപിടിക്കില്ല. ഇത് വലിയ പ്രശ്നമാവോ? എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. പ്രശ്നം ഞാൻ നേരിട്ടോളാം. ഞാൻ കാരണം നിങ്ങൾ ആരുടെ കെണിയിലും വീഴില്ല. അതിന് ഞാൻ അനുവദിക്കേയില്ല. ഇതിപ്പോ എന്തായി തീരുന്നു? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ.